കണ്ണാടിയിലോ വെള്ളത്തിലോ നോക്കുമ്പോൾ പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ പ്രകാശിക കിരണങ്ങളെക്കുറിച്ച് പഠിക്കും. പ്രതിഫലനം, അപവർത്തനം, ലെൻസുകൾ എന്നിവ. ആദ്യം പ്രകാശം എങ്ങനെ തട്ടിച്ചിതറുന്നു എന്ന് നോക്കാം. പിന്നെ അത് എങ്ങനെ വളയുന്നു. ഒടുവിൽ ലെൻസുകൾ ചിത്രങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നും. പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുകയും തട്ടുന്ന പ്രതലത്തിൽ നിന്ന് പ്രവചനാതീതമായി പ്രതിഫലിക്കുകയും ചെയ്യും. പ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുന്ന കോണളവ്, അത് പ്രതിഫലിക്കുന്ന കോണളവിന് തുല്യമാണ്. ഒരു സമതല കണ്ണാടി വസ്തുവിന്റെ മിഥ്യ, നിവർന്ന പ്രതിബിംബം ഉണ്ടാക്കുന്നു. അത് കണ്ണാടിക്ക് പിന്നിലുള്ളതായി തോന്നും. പെരിസ്കോപ്പുകളിലും റിയർവ്യൂ കണ്ണാടികളിലും ഈ തത്വം ഉപയോഗിക്കുന്നു. പ്രകാശം വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ അതിന് എന്ത് സംഭവിക്കും? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് മാറ്റം വരുന്നു. പ്രകാശം വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ അതിന്റെ വേഗത മാറുന്നത് കൊണ്ടാണ് വളയുന്നത്. അപവർത്തന ഗുണാങ്കം ഒരു മാധ്യമം പ്രകാശത്തെ എത്രത്തോളം വളയ്ക്കുന്നു എന്ന് അളക്കുന്നു. വെള്ളത്തിനടിയിലുള്ള വസ്തുക്കൾക്ക് ആഴം കുറവായി തോന്നാൻ ഇതാണ് കാരണം. ലെൻസുകൾ പ്രകാശത്തെ ഒരുമിപ്പിക്കാനോ ചിതറിക്കാനോ അപവർത്തനം ഉപയോഗിക്കുന്നു. ഒരു കോൺവെക്സ് ലെൻസ് സമാന്തര പ്രകാശരശ്മികളെ ഒരു ഫോക്കസ് പോയിന്റിൽ കേന്ദ്രീകരിക്കുന്നു. ഇതിന് വിപരീതമായി ഒരു കോൺകേവ് ലെൻസ് പ്രകാശരശ്മികളെ ചിതറിക്കുന്നു. കാഴ്ച വൈകല്യങ്ങൾ തിരുത്താനും ക്യാമറകളിൽ ചിത്രങ്ങൾ എടുക്കാനും ലെൻസുകൾ ഉപയോഗിക്കുന്നു. ഏത് തരം ലെൻസാണ് വസ്തുക്കളെ ചെറുതാക്കി കാണിക്കുന്നതെന്ന് ഓർക്കുന്നുണ്ടോ? പ്രകാശം എങ്ങനെ പ്രതിഫലിക്കുന്നു, വളയുന്നു, ലെൻസുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കപ്പെടുന്നു എന്ന് നമ്മൾ കണ്ടു. അടുത്ത തവണ നിങ്ങൾ ഒരു കണ്ണാടിയിലോ ലെൻസിലൂടെയോ നോക്കുമ്പോൾ അതിന്റെ പിന്നിലെ ശാസ്ത്രം മനസ്സിലാകും.